കരിക്കകം ശ്രീ ചാമുണ്ഡി ക്ഷേത്രം പൊങ്കാല മഹോത്സവം മാർച്ച് 22 വെള്ളിയാഴ്ച രാവിലെ 10:15 ശ്രീരക്തചാമുണ്ഡി, ശ്രീബാലചാമുണ്ഡി, ശ്രീ ശാസ്താവ് എന്നീ ദേവന്മാരുടെ പുനഃപ്രതിഷ്ഠ മാർച്ച് 25 തിങ്കളാഴ്ച രാവിലെ 10:38 11:28 മധ്യേ. വൈകുന്നേരം 5 മണി മുതൽ സുപ്രസിദ്ധ സിനിമാ താരം ജയറാമും 100-ൽ പരം വാദ്യപ്രമാണിമാരും അണിനിരക്കുന്ന പഞ്ചാരിമേളം ഉണ്ടായിരിക്കും. കരിക്കകം ശ്രീ ചാമുണ്ഡി ക്ഷേത്രത്തിൽ പൊങ്കാല മഹാമഹത്തിന് 16-ാം തീയതി തുടക്കമായിരിക്കുകയാണ്. 7 ദിവസം നീണ്ടു നിൽക്കുന്ന ഉത്സവം 22-നാണ് അവസാനിക്കുന്നത്. പൊങ്കാല മഹാമഹത്തിനായുള്ള തയ്യാറെടുപ്പിലാണ് ഇപ്പോൾ ക്ഷേത്ര ട്രസ്റ്റ് ഭാരവാഹികൾ. എൻ്റെ പേര് മധുസൂദനൻ നായർ. ഞാൻ കരിക്കകം ചാമുണ്ഡി ക്ഷേത്ര ട്രസ്റ്റിൻ്റെ പ്രസിഡൻ്റാണ്. എനിക്കിന്നിവിടെ പറയാനുള്ളത് 25/3/2024 നടക്കുന്ന പുനഃപ്രതിഷ്ഠയെ സംബന്ധിച്ചിടത്തോളം ഉള്ള കാര്യമാണ്. 2015 മുതൽ നടന്നിട്ടുള്ള 3 അഷ്ടമംഗല ദേവപ്രശ്ന പ്രകാരം കരിക്കകം ശ്രീ രക്തചാമുണ്ഡി, ശ്രീ ബാലചാമുണ്ഡി, ധർമ്മശാസ്താവ്, ആയിരവല്ലി, അന്നപൂർണേശ്വരി, നാഗരിക്കാവ്, കാട്ടിലെ വീട്ടിലെ തറവാട് എന്നിവയുടെ പുനഃപ്രതിഷ്ഠ നടത്തണമെന്ന് അഷ്ടമംഗല ദേവപ്രശ്ന പ്രകാരം തെളിയുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോഴത്തെ പുതിയ കമ്മിറ്റി അതിനുള്ള നേതൃത്വം കൊടുത്തുകൊണ്ട് 3 ക്ഷേത്രങ്ങളുടെ പണി 99% പൂർത്തീകരിച്ചു. ഈ 25-ാം തീയതി അതിൻ്റെ 3-ൻ്റെയും പ്രതിഷ്ഠ നടക്കുകയാണ്. 1 മാസത്തിന് മുമ്പ് നാഗരുടെ പ്രതിഷ്ഠ പൂർത്തീകരിച്ചു. അതിൻ്റെ പ്രതിഷ്ഠ നടത്തിക്കഴിഞ്ഞു. ജ്യോതിഷ പണ്ഡിതന്മാരും തലമുറക്കാരും 600 വർഷത്തിലേറെ പഴക്കം നിർണയിച്ചിട്ടുള്ള ക്ഷേത്രമാണ്. ഈ ക്ഷേത്രത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് സത്യത്തിന് സാക്ഷിയായ ക്ഷേത്രമെന്നാണ് അറിയപ്പെടുന്നത്. രാജഭരണകാലത്ത് നീതി നിർവഹണ കേന്ദ്രമായി പരിലസിച്ചിരുന്ന ക്ഷേത്രമായിട്ടാണ് ചരിത്രം രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഈ വർഷത്തെ ഉത്സവത്തിന് പൊങ്കാലയ്ക്ക് ഏകദേശം 25 ലക്ഷത്തോളം ഭക്തജനങ്ങൾ പങ്കെടുക്കുമെന്നാണ് ട്രസ്റ്റ് വിശ്വസിക്കുന്നത്. അതിനുള്ള എല്ലാ സജ്ജീകരണങ്ങളും ക്ഷേത്ര ട്രസ്റ്റും ഭാരവാഹികളും ഒരുക്കിയിട്ടുണ്ട്. എല്ലാ ഭക്തജനങ്ങളെയും ക്ഷേത്ര സന്നിധിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. മറ്റ് ക്ഷേത്രങ്ങളിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായ വേറിട്ട് നിൽക്കുന്ന ആചാരങ്ങളും അനുഷ്ഠാനങ്ങളുമാണ് കരിക്കകം ക്ഷേത്രത്തിലേത്. മാത്രമല്ല ഇവിടുത്തെ ഒരു പ്രധാന വഴിപാടാണ് തണ്ണീർക്കുട. നിരവധി ഭക്തജനങ്ങളാണ് ഉദ്ദിഷ്ട കാര്യലബ്ധിക്കായി ഈ ക്ഷേത്രത്തിലേക്ക് തണ്ണീർക്കുട എന്ന വഴിപാട് നടത്തുന്നതിനായി എത്തിച്ചേരുന്നത്. തണ്ണീർകുട എന്നാണ് അറിയുന്നത്. മുമ്പ് അത് തണ്ണീർകുട ഉണ്ടായിരുന്നു. അതിനെ കുറേ കൂടി പരിഷ്കരിച്ച് നമ്മളിപ്പോൾ തണ്ണീർകുട എന്ന് പറയുന്ന ഒരു രീതിയിലേക്ക് വന്നിട്ടുണ്ട്. അത് ഒരു 500-ൽ കൂടുതൽ ആൾക്കാർക്ക്, ഭക്തജനങ്ങൾക്ക് ആഹാരം കൊടുത്ത് അന്നത്തെ പൂജ ആളിൻ്റെ ഇതായിട്ടാണ് അന്ന് ആഹാരം കൊടുക്കുന്നത്. അതുപോലെ തന്നെ അന്ന് ഈ എല്ലാ നടയിലെയും പൂജ നടത്തുന്നത് മേൽശാന്തി നേരിട്ടാണ്. ക്ഷേത്രത്തിലെ മുഖ്യ പ്രതിഷ്ഠ ആദിപരാശക്തിയുടെ കാളിഭാവമായ ചാമുണ്ഡി അഥവാ ചാമുണ്ടേശ്വരിയാണ്. ഒരേ ദേവീ സങ്കല്പം ഇവിടെ 3 ഭാവങ്ങളിൽ ആരാധിക്കപ്പെടുന്നു. കരിക്കകത്തമ്മ എന്ന് ഭഗവതി അറിയപ്പെടുന്നു. സാധാരണ ക്ഷേത്രങ്ങളിൽ നിന്നും വ്യത്യസ്തമായ പല ആചാരങ്ങളും മനോഹരമായ നിർമ്മാണ രീതിയുമാണ് ഇവിടെ കാണപ്പെടുന്നത്. പൗരാണിക കാലം മുതൽക്ക് സത്യത്തിന് സാക്ഷിയായ ക്ഷേത്രം എന്ന് പേരുകേട്ട ഒരു ക്ഷേത്രമാണ് ഈ കരിക്കകം ചാമുണ്ഡി ക്ഷേത്രം. അപ്പോൾ ഇവിടെ അതായത് ഇവിടുത്തെ പ്രധാനപ്പെട്ട വിശേഷം എന്ന് പറയുന്നത് ഒരു ദേവി 3 ഭാവത്തിൽ 3 ശ്രീകോവിലിൽ കുടികൊള്ളുന്നു എന്നുള്ളതാണ് ഇവിടുത്തെ പ്രധാന ഒരു വിശേഷം. അതായത് ചാമുണ്ഡി ദേവി, രക്തചാമുണ്ഡി ദേവി, ബാലചാമുണ്ഡി ദേവി, ഈ 3 ഭാവത്തിലാണ് ദേവി ഇവിടെ വാണരുളുന്നത്. അപ്പോൾ അതിൽ ചാമുണ്ഡി ദേവിക്ക് വിശേഷാൽ അർച്ചന, കടുംപായസം, സാരി ചാർത്തൽ അങ്ങനെയുള്ള വഴിപാടുകളെല്ലാം ഭക്തജനങ്ങൾ നടത്തുന്നതാണ്. അതേപോലെ രക്തചാമുണ്ഡി ദേവി, ബാലചാമുണ്ഡി ദേവിയിൽ വിഗ്രഹ പ്രതിഷ്ഠ എന്നുള്ള സങ്കല്പമല്ല, പകരം ഉപാധിയായിട്ട് ദേവിയെ സങ്കല്പത്തിലാണ്, പീഠത്തിൽ അതാണ് ദേവി കുടികൊള്ളുന്നത്. അതുപോലെ ചുവരിൽ ചിത്രം ആലേഖനം ചെയ്തിട്ടുണ്ട് ദേവിയുടെ. അത് അത് അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വഴിപാട് നടതുറപ്പാണ്. കരിക്കകം ചാമുണ്ഡി ക്ഷേത്രം എന്ന് പറയുന്നത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഒരു ദേവി 3 രൂപത്തിൽ കുടികൊള്ളുന്ന ക്ഷേത്രമാണ്. ചാമുണ്ഡി ദേവി, രക്തചാമുണ്ഡി, ബാലചാമുണ്ഡി എന്ന രൂപത്തിലാണ് കുടികൊള്ളുന്നത്. പ്രത്യേകിച്ചും ഈ രക്തചാമുണ്ഡി നടയിൽ പണ്ട് ഒരു ഐതിഹ്യമുണ്ട്. നമ്മുടെ രാജകുടുംബത്തിൽ നിന്നും, നമ്മുടെ തിരുവിതാംകൂർ രാജകുടുംബത്തിൽ നിന്നും സത്യം ചെയ്യുവാൻ കൊണ്ടുവരുന്ന ഒരു ക്ഷേത്രമാണ് കരിക്കകം ക്ഷേത്രം. ആ കരിക്കകം ക്ഷേത്രത്തിലെ 2ാമത്തെ നടയിൽ
തുറന്ന് ദേവിയുടെ മുമ്പിൽ സത്യം തെളിയിക്കുന്ന ഒരു ചടങ്ങ് പാരമ്പര്യമായിട്ട് പണ്ട് മുതലേ നിലനിൽക്കുന്ന ഒരു ക്ഷേത്രമാണ് കരിക്കകം ശ്രീ ചാമുണ്ഡി ക്ഷേത്രം. കരിക്കകം ക്ഷേത്രത്തിലെ മേശാന്തി തീയന്നൂർ മനക്കൽ മുരളീധരൻ നമ്പൂതിരിയാണ് ഞാൻ. ഈ കരിക്കകം ക്ഷേത്രത്തിൽ മറ്റുള്ള ക്ഷേത്രങ്ങളിനേക്കാളും ഒരു വ്യത്യാസമുണ്ട്. മറ്റുള്ള ക്ഷേത്രങ്ങളിൽ പൂജ കഴിഞ്ഞാൽ, നിവേദ്യം കഴിഞ്ഞാൽ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ വൈശ്യം തൂവുക എന്നാണ് പറയുക. ഇവിടെ വൈശ്യം തൂവലില്ല. ഇവിടെ അതിന് പകരം രക്തചാമുണ്ടിക്കും ബാലചാമുണ്ടിക്കും നിവേദ്യമാണ് ചെയ്യുക. അത് ഇവിടുത്തെ ഒരു വിശേഷമാണ്. അത് ഈ രക്തചാമുണ്ടിയും ബാലചാമുണ്ടിയും എന്താ വെച്ചാൽ, രക്തചാമുണ്ടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ആഭിചാരത്തിന് ഇതൊക്കെ വലിയ വിശേഷമായിട്ടുള്ള ഒരു ദേവിയാണ്. അങ്ങനത്തെ ശത്രുദോഷം ഇതൊക്കെ തീരും. ബാലചാമുണ്ടി കുട്ടികളില്ലാത്തവർക്ക് വിദ്യാഭ്യാസത്തിന് ഇതിനൊക്കെ ബാലചാമുണ്ടി വലിയ വിശേഷമായിട്ടുള്ള അനുഭവങ്ങൾ ആൾക്കാർക്ക് കാണിച്ചു കൊടുക്കുന്നുണ്ട്. മറ്റേതകത്ത് മെയിൻ വലിയ ദേവി ഭദ്രകാളിയായിട്ടാണ് പൂജ അവിടെ. പിന്നെ പൊങ്കാലയ്ക്ക് മറ്റുള്ള ക്ഷേത്രത്തെ മാതിരിയല്ല. മറ്റുള്ള ക്ഷേത്രത്തിലൊക്കെ പൊങ്കാല കത്തിച്ചാണ് തുടങ്ങുക, അങ്ങനെയാണ്. ഇവിടെ അങ്ങനെയല്ല. ഇവിടെ ഒരു വാളിലേക്ക് ദേവിയെ ആവാഹിച്ച് അത് പൊങ്കാലക്കളത്തിൽ കൊണ്ടിരുത്തി അവിടെ ഗംഭീരമായിട്ടുള്ള പൂജ ഉണ്ട്. ആ പൂജ കഴിഞ്ഞിട്ടാണ് പൊങ്കാല കത്തിക്കുള്ളൂ. അതൊക്കെ തന്ത്രിയാണ് ചെയ്യാൻ. ഇവിടുത്തെ തന്ത്രി പുലിയന്നൂർ മനക്കൽ അനുജൻ നാരായണൻ നമ്പൂതിരിയാണ്. കരിക്കകം ക്ഷേത്രത്തിലെ മറ്റൊരു പ്രത്യേകതയാണ് ഇവിടുത്തെ അന്നദാന സദ്യ എന്ന് പറയുന്നത്. മറ്റു ക്ഷേത്രങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഇവിടെ ഒരു വലിയ ഒരു കല്യാണ സദ്യ പോലൊരു സദ്യ തന്നെ ഒരുക്കിയിട്ടുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട ഉത്സവത്തോടനുബന്ധിച്ചുള്ള പ്രധാനപ്പെട്ട ഒരു ചടങ്ങാണ് നമ്മുടെ ഇവിടുത്തെ അന്നദാന സദ്യ എന്നാണ് പറയുന്നത്. അതായത് തൂശനിലയിൽ അതായത് 15 കൂട്ടം കളികൾ വിളമ്പി അതിൽ അതായത് രസം, മോര്, പായസം തുടങ്ങിയുള്ള എല്ലാ വിഭവങ്ങളോടുകൂടി ഒരു കല്യാണ സദ്യയ്ക്ക് എന്തൊക്കെയാണ് ഉള്ളത് അതേപോലെ ആ വിഭവങ്ങളെല്ലാം വെച്ചുകൊണ്ടുള്ള ഒരു സദ്യയാണ് നടത്തുന്നത്. ഇത് സാധാ അന്നദാനമൊന്നല്ല, അന്നദാന സദ്യയാണ്. അപ്പോൾ ഇത് ഒരു പ്രാവശ്യം തന്നെ 10-20,000 പേർക്ക് ഒരു ദിവസം തന്നെ 10-20,000 പേർക്ക് നമുക്ക് ഇവിടെ നിന്ന് ആഹാരം കഴിച്ച് പോകുന്നതെന്നാണ് നമുക്ക് കണക്ക്. അത് എല്ലാവർക്കും ഈ വരിയിൽ നിൽക്കുന്ന എല്ലാവർക്കും ഈ അന്നദാന സദ്യയിൽ പങ്കെടുത്ത് അവസാനത്തെ ആളിന് വരെ കൊടുത്തതിന് ശേഷമാണ് ഈ അന്നദാനം നിർത്തുന്നത്.